Hello everyone. Once again welcome back to SreeSha Vlogs. ഇന്ന് നമ്മൾ ഒരു ചലഞ്ച് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ജയന്റ് ഓംലെറ്റ് ചലഞ്ച്. സാധാരണ 1-2 മുട്ട കൊണ്ടാണ് നമ്മൾ ഓംലെറ്റ് അടിക്കാറ്, അല്ലേ? 20 മുട്ട കൊണ്ട് ഓംലെറ്റ് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പച്ചപ്പും ഹരിതാഭയും ഒക്കെ തേടി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിരുന്നപ്പോൾ കിച്ചണിനുള്ളിൽ ആ ചെറിയൊരു സ്പേസിനുള്ളിൽ ഒതുങ്ങി നിന്നായിരുന്നു നമ്മളുടെ വീഡിയോസൊക്കെ. പക്ഷേ ഇന്ന് നമ്മളൊരു ജയൻറ്റ് ഓംലെറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള, കുറച്ചുകൂടി എയർ സർക്കുലേഷനുള്ള ഒരു സ്ഥലമായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്ത് പറമ്പിൽ വെച്ചിട്ടാണ് നമ്മളുടെ കുക്കിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറേ ഇഷ്ടിക കളക്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊന്നൊന്നായിട്ട് അടുക്കി നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ജയൻറ്റ് ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജയൻറ്റ് ഓംലെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 20 മുട്ട എടുത്തിട്ടുണ്ട്. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1-2 ക്യാപ്സിക്കമാണ്. അത് നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 4 സവാളയാണ്. അതും നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 7 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് വേണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. ഇത്രയും സാധനമാണ് നമുക്ക് ഇന്ന് ജയൻറ്റ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ആദ്യത്തെ പരിപാടി മുട്ട മുഴുവൻ പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ 20 മുട്ടയാണ് ഓംലെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുക്കുക. നമ്മൾ മുട്ട മുഴുവൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് പുറകെ സവാള മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാവുകയാണ്. നമ്മുടെ അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടിക വെച്ച് നമ്മൾ ഉണ്ടാക്കിയ അടുപ്പാണ്. അതിനുശേഷം വിറകും ചൂട്ടും എല്ലാം കൊണ്ട് അടുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കൊളുത്തി കൊടുക്കാം. നമ്മുടെ ജയൻറ്റ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കല്ല് ഇവിടെ റെഡിയാണ്. നമ്മളത് അടുപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എണ്ണ തടവി കൊടുക്കണം. അങ്ങനെ എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ ഓംലെറ്റിൻ്റെ മിക്സ് കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ഒരു തവിയിലെടുത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാകുമെന്ന് നോക്കാം. ഓംലെറ്റ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മുകളിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള മിക്സും ഒഴിച്ചു കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മളുടെ ജയൻറ്റ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കല്ലിൽ നിന്നെടുത്ത് ഒരു ഇലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടീസ് എല്ലാം പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അങ്ങനെ നമ്മുടെ അനിയത്തിക്കുട്ടി ജയൻറ്റ് ഓംലെറ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിനെല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി അവർ ഓരോരുത്തരായിട്ട് കഴിച്ച് നോക്കട്ടെ, അതിനുശേഷം അറിയാം റെസ്പോൺസ് അല്ലേ. എല്ലാവരും ടേസ്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്പോൺസ് നോക്കണ്ടേ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.